ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച ഓരോ ദൈവമക്കളോടും എക്കാലത്തും ദൈവം സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്. എത്ര പേർക്ക് ദൈവശബ്ദം കേൾക്കാനും ദൈവിക സ്വപ്നങ്ങൾ കാണാനും ദൈവിക ദർശനങ്ങൾ കാണാനും ദൈവിക വെളിപ്പാടുകൾ കാണാനും ആഗ്രഹിക്കുന്നവരുണ്ട്. അങ്ങനെ ആഗ്രഹിക്കുന്നവരോടുള്ളൊരു സന്ദേശമാണ് ഇന്ന് വചനത്തിൽ കൂടെ പറയുവാൻ പോകുന്നത്. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം, ഞാൻ നിന്നെ കൈവിടാതെ നിന്നോട് അരുളി ചെയ്തത് നിവർത്തിക്കും. സർവശക്തനായ ദൈവം യാക്കോബിനോട് പറയുന്ന ഭാഗമാണ് ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. യാക്കോബ് ഒരു പ്രതിസന്ധിയിൽ അകപ്പെട്ടു. അനുഗ്രഹം എന്ന വിഷയം സംബന്ധിച്ച് തൻ്റെ വീടിന്റെ വാതിൽ അടയപ്പെട്ടു. ഒറ്റപ്പെട്ട യാക്കോബ് ഒരു സ്ഥലത്ത് രാത്രി തനിയെ ഇരിക്കുമ്പോൾ അന്ന് രാത്രി സ്വർഗം തുറന്നിട്ട് ദൈവം പറഞ്ഞു, നിന്റെ വീടിന്റെ വാതിൽ അടഞ്ഞാലും നിനക്ക് എതിരാളികൾ വർദ്ധിച്ചാലും നീ പേടിക്കരുത്. നിനക്ക് വേണ്ടി തുറന്നിട്ടിരിക്കുന്ന സ്വർഗവും നിനക്ക് ചുറ്റും കാവലായി നിൽക്കുന്ന ദൈവദൂതന്മാരും ഉണ്ടെന്ന് ആമി കർത്താവ് കാണിച്ചു കൊടുക്കുക. അത് മാത്രമല്ല, ദൈവം ഒരു കാര്യം കാണിക്കുകയാണ്. ഭൂമിയിൽ നിന്ന് സ്വർഗത്തോളം എത്തുന്നൊരു ഗോവേണി. അതിനർത്ഥം എന്താണ്? നിന്നെ ഉപദ്രവിക്കുവാൻ വരുന്നവർ എത്ര ശ്രമിച്ചാലും ഞാൻ നിന്നെ ഉയർത്താൻ പോകുന്ന പദവിയിലേക്ക് അവർക്ക് കയറി വന്ന് നിന്നെ ഉപദ്രവിക്കാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞിട്ട് ആ സ്വർഗത്തിന്റെ വാതിൽക്കൽ നിന്നുകൊണ്ട് ദൈവം യാക്കോബിനോട് സംസാരിക്കുന്ന ഭാഗങ്ങളാണ് 10 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നത്. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. എന്നാൽ 15-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ ദൈവം സംസാരിക്കുകയാണ്, ഞാൻ മുകളിൽ നിന്നോട് അരുളി ചെയ്തതെല്ലാം ഞാൻ നിന്നെ കൈവിടാതെ നിവർത്തിച്ചു തരാൻ പോകുകയാണ് എന്ന് പറഞ്ഞാൽ, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല. ഞാൻ നിന്നോട് എന്തെല്ലാം സംസാരിച്ചിട്ടുണ്ടോ അതെല്ലാം നിന്റെ ജീവിതത്തിൽ ഞാൻ നിവർത്തിച്ചു തരുന്ന ദൈവമാണ്. ഇന്ന് ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ദൈവശബ്ദം കേൾക്കാൻ ആഗ്രഹമുണ്ടോ? ദൈവിക ദർശനം കാണാൻ ആഗ്രഹമുണ്ടോ? ദൈവിക സ്വപ്നവും ദൈവിക വെളിപ്പാടും കാണാൻ ആഗ്രഹമുണ്ടോ? ദൈവം കൊതിക്കുന്നു വെളിപ്പാടിലൂടെ, സ്വപ്നത്തിലൂടെ, ദർശനത്തിലൂടെ നിങ്ങളോട് സംസാരിക്കുവാൻ. നിങ്ങളുടെ ബെഡ്റൂം സ്വപ്നമുറിയാകട്ടെ. നിങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ, പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ ദർശനങ്ങൾ കാണട്ടെ. നിങ്ങൾ ആത്മവിവശതയിലാകുമ്പോൾ നാം ഈ വെളിപ്പാടുകൾ കാണട്ടെ. അങ്ങനെ സ്വർഗീയ അനുഗ്രഹങ്ങളാൽ ദൈവം നിങ്ങളെ നിറയ്ക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, ദൈവത്തിൽ നിന്നുള്ള ശബ്ദം കേൾക്കാനും ദൈവത്തിൽ നിന്നുള്ള ദർശനവും സ്വപ്നവും വെളിപ്പാടും കാണുവാനും നിന്റെ കുഞ്ഞുങ്ങൾക്ക് ഭാഗ്യം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരോട് പോരാടുന്ന എല്ലാ പോരാട്ട മേഖലകളും കർത്താവ് ശാസിച്ചകറ്റി അവരിലെ ആത്മീയതകളെ ഉയർത്തി അവരെ അനുഗ്രഹിക്കാൻ പ്രാർത്ഥിക്കുന്നു. നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. ദൈവം നിന്നോട് അരുളി ചെയ്തത് അതുപോലെ നിവർത്തിക്കും. ഗോഡ് ബ്ലെസ് യു.